ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ടെക്കി റാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും പ്രോബ്ലമോ, ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിന് എന്തെങ്കിലും ടച്ച് എന്തെങ്കിലും ഇഷ്യൂയോ, അല്ലെങ്കിൽ ഡിസ്പ്ലേയൊക്കെ എന്തെങ്കിലും പിക്സൽ ബേണിങ്ങോ, ഡെഡ് പിക്സൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ബാറ്ററി ക്യാമറ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. ഷോപ്പിലൊന്നും പോകാണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫോണിലൊരു ആപ്പ് ഉണ്ടായിരുന്നു, ഫോൺ മാനേജർ തന്നെ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു ഫീച്ചറുണ്ട്. അതുവഴി നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് ഫോൺ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളുടെ റിയൽമി സ്മാർട്ട് ഫോൺ എടുക്കുക. അത് ഇപ്പോൾ റിയൽമി 8 ആണ്. ഇതിനകത്താണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഡയലർ എടുക്കുക, ഫോൺ ഡയലർ. അതിനകത്ത് തന്നെ നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് *899# ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഫേക്കാന്ന് ഓർക്കുന്നത് ഫേക്കെന്നല്ല, ഞാൻ മൊത്തം പ്രോസസ്സ് കാണിച്ചിരുന്നതാണ്. ഹാഷ് അടിക്കുമ്പോഴത്തേന് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. നമുക്ക് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ, GPS, ഓട്ടോമാറ്റിക് ടെസ്റ്റ്, മാനുവൽ ടെസ്റ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്കകത്ത് കാണിക്കുന്നതാണ്. PC ബാക്ക് കവർ, കളറ്. അപ്പോൾ നമുക്കതിനകത്ത് ഇങ്ങനെ പലതും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ടെസ്റ്റ് എടുക്കുക. ഈ ഓട്ടോമാറ്റിക് ടെസ്റ്റ് എടുത്ത് നിങ്ങൾക്കകത്ത് കണ്ടോ, നമുക്ക് ഫോൺ ഇപ്പോൾ ചെക്കിങ് സ്റ്റേജിലാണ്. അതിപ്പോൾ ഇതിനകത്ത് പിക്സൽ ബേണിങ്ങോ അല്ലെങ്കിൽ ഡെഡ് പിക്സൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും കാണിക്കുന്നില്ല, ചുവപ്പ് കളറ്. എനിക്ക് പിക്സൽ ബേണിങ്ങോ ഡെഡ് പിക്സലൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിനകത്ത് പച്ചയിലും കുഴപ്പമൊന്നുമില്ല, നീലയിലും കുഴപ്പമില്ല, വൈറ്റ്. ഇനി ബ്ലാക്കാണ്. ഇത് അമോൾഡ് സ്ക്രീൻ ആയ കാരണം നമുക്ക് സ്ക്രീൻ ഓൺ ആകത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ഓണാന്ന് സ്ക്രീൻ ഓണാണ്, പക്ഷേ നമുക്ക് ബാക്ക് ലൈറ്റ് ഓഫ് ആയ കാരണം ഓഫായി കിടക്കുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് വീണ്ടും വൈറ്റ്, പിന്നെ ഗ്രേ സ്കെയിൽ നിൽക്കുന്ന എല്ലാം അകത്തൊക്കെ ചെക്ക് ചെയ്യാമെന്നാണ്. നിങ്ങളും ടെസ്റ്റ് ചെയ്തതുപോലെ ഓട്ടോമാറ്റിക് ടെസ്റ്റായിട്ട് കൊടുക്കണ്ടേ. മാനുവൽ ടെസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഹാർഡ്വെയർ മാത്രം നോക്കണമെങ്കിൽ അത് വെച്ച് നോക്കാവുന്നതാണ്. ഇത് കുറേ ഫോട്ടോസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫോണിൻ്റെ വൈബ്രേഷൻ അടിച്ച് 3 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ കേട്ടാവുന്നതാണ്. പാസ്ന്ന് കൊടുക്കുക. അടുത്ത ടച്ചാണ്, നമ്മൾ ടച്ച് ചെയ്യില്ല അതിനകത്ത്. അപ്പോൾ സെറ്റ് ആവുക കണ്ടപ്പോൾ ഫ്രണ്ട് ക്യാമറ ടെസ്റ്റിംഗ് ആണ്. ഫ്രണ്ട് ക്യാമറ കുഴപ്പമില്ല, പാസ്സായിട്ടുണ്ട്. ബാക്ക് ക്യാമറയാണ്, മെയിൻ ലെൻസ് കുഴപ്പമില്ല. ഇതിപ്പോൾ അൾട്രാ വൈഡ് ക്യാമറ ടെസ്റ്റിംഗ് ആണ്, അതും കുഴപ്പമില്ല. ഇതിപ്പോൾ മാക്രോ ലെൻസാണ്, മാക്രോ ലെൻസാണ്, അതും കുഴപ്പമില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസാണ്, പോർട്രേറ്റ് ലെൻസ്, അതിൻ്റെ എന്നുള്ള വ്യൂ ആണിത്. ഈ മൈക്ക് ടെസ്റ്റ് നമുക്ക് പിന്നെ നടത്താം. അതിൽ മൈക്ക് ടെസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ ജസ്റ്റ് മൈക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം മേളിൽ നമുക്ക് വച്ചേക്കുന്നതാണ് റിസീവറിൽ. മൈക്കും കുഴപ്പമൊന്നുമില്ല. അടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നതാണ്, ഫ്ലാഷ് ലൈറ്റ് വർക്കാവുന്നുണ്ട്. അടുത്ത് ബാറ്ററിയുടെ ഇൻഫോർമേഷനാണ്. ബാറ്ററി കപ്പാസിറ്റി 68% ഉണ്ട്. ബാറ്ററി വോൾട്ടേജാണ് ഈ കാണിക്കുന്നത്. പിന്നെ അത് നമുക്ക് ചാർജറും കൂടെ ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംപിയറിലാണ് ചാർജർ സ്പീഡ്, പിന്നെ ഏത് ചാർജറാണ്, വൂക്കാണോ ഡാർട്ടാണെന്നൊക്കെ അത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ചാർജർ കുഴപ്പമൊന്നുമില്ല, ബാറ്ററിയും കുഴപ്പമില്ല. അടുത്ത് ഹെഡ്സെറ്റ്. നിങ്ങളുടെ ഹെഡ്സെറ്റ് ജാക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ് ഹെഡ്സെറ്റ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. അടുത്തത് നിങ്ങൾക്ക് ഗൈറോസ്കോപ്പാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫോൺ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവിടെ ഗസ്റ്റ് ഓപ്പറേഷൻ ഓർ സ്റ്റാർട്ടർ എന്നൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് സ്റ്റാർട്ടഡ്, അത് പാസ്സായിട്ടുണ്ട്. അടുത്തതും പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അസിലറോമീറ്റർ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുമ്പോൾ ഗ്രാഫ് വരുന്നതാണ് ഫോൺ അനങ്ങുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് എന്താ സെൻസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് വർക്കാകത്തില്ല. ഫോൺ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും പാസ്സായിട്ടുണ്ട്. അടുത്ത നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറാണ്. നിങ്ങളുടെ പ്രോക്സിമിറ്റി സെൻസറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീൻ ഓഫ് ആവുന്ന സെൻസറാണത്. നമ്മുടെ കൈ വയ്ക്കുമ്പോൾ ഇവിടെ പച്ച കളറും നിയർന്നും കാണിക്കും, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബട്ടൺസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ബട്ടൺ ടെസ്റ്റ് ചെയ്യാം. വോളിയം അപ്പ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇവിടെ അതായി, പിന്നെ ഡൗൺ പവർ, ഓക്കെ, അതെല്ലാം പാസ്സായിട്ടുണ്ട്. അടുത്ത സിഗ്നൽ സ്പീക്കറാണ്, അതും പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ കേസ് ഇതാണ് ഫോണിൻ്റെ മൊത്തം ടെസ്റ്റിംഗ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യണതിനും കുഴപ്പമൊന്നുമില്ല. അവിടെ മാനുവൽ ടെസ്റ്റിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ ഹാർഡ്വെയർ, ഏതിനാണോ പ്രോബ്ലം, അതിന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സെൻസർ ഉണ്ട്, മാഗ്നറ്റിക് സെൻസർ ഉണ്ട്, ഗൈറോസ്കോപ്പൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ. ഇവിടെ ലൈറ്റ് സെൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കാണിക്കും. പിന്നെ ക്യാമറ നമുക്ക് മാത്രമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 4th ക്യാമറ ഇത്
പോർട്രേറ്റ് ക്യാമറ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് ടെസ്റ്റിംഗ് ആണ്. അതിന് ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഹാർഡ്വെയറിന് നിങ്ങൾക്ക് പ്രോബ്ലം കണ്ടെങ്കിൽ റിയൽമിയുടെ കസ്റ്റമർ സർവീസിനെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അടുത്ത സർവീസ് സെൻറ്ററിൽ പോയി കാണിക്കുകയോ ചെയ്യുക. ഇപ്പോൾ കേസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ ചെക്ക് ചെയ്യാവുന്നതാണ്. സാംസങ് മൊബൈലിലാണെങ്കിൽ നിങ്ങൾ *# അങ്ങനെ എന്തോ ഒരു കോഡാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നിങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.